റൂഡ്നെസ് ഈസ് ദ വീക്ക് പേഴ്സൺസ് ഇമിറ്റേഷൻ ഓഫ് സ്ട്രെങ്ത്. ഞാൻ ബീന. ഞാൻ ഇന്ന് നാർസിസിസത്തെ പറ്റിയാണ് സംസാരിക്കുന്നത്. നാർസിസിസം നമ്മളിൽ പലർക്കും പരിചിതമായ ഒരു വാക്കാണ്. ഇന്ന് സോഷ്യൽ മീഡിയയിൽ അങ്ങേയറ്റം തരംഗമായ ഒരു വാക്ക് തന്നെയാണ് നാർസിസിസം. ഈ പദം റോമൻ കവിയായ ഒവിഡിന്റെ മെറ്റാമോർഫോസിസ് എന്ന കവിതാ സമാഹാരത്തിലാണ് ആദ്യമായി ഉണ്ടായത്. ഡയഗ്നോസ്റ്റിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മാനുവൽ ഓഫ് മെന്റൽ ഹെൽത്ത് 5th എഡിഷൻ DSM 5 അതിൽ പറയുന്നത് ക്ലസ്റ്റർ ബിയിൽ വരുന്ന ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ് നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ. ഒരു മാനസിക രോഗാവസ്ഥയാണെന്ന് മനസ്സിലാക്കണം. സ്വയം പ്രാധാന്യത്തിന്റെ ഊതിപ്പെരുപ്പിച്ച അവസ്ഥയാണിത്. സോഷ്യൽ മീഡിയയിലൂടെ അവയർനെസ് കിട്ടിയിട്ട് സ്വയം ജഡ്ജ് ചെയ്ത് തനിക്ക് NPD ഉണ്ട് എന്ന് ഒരിക്കലും ചിന്തിക്കരുത്. ഒരു പ്രൊഫഷണലിന്റെ സഹായം തന്നെ തേടണം. നാർസിസിസം എന്ന പേര് എങ്ങനെ വന്നു എന്ന് നോക്കാം. ഗ്രീക്ക് മിഥോളജിയിലെ ഒരു കഥാപാത്രമായ നാർസിയൂസിന്റെ പേരിൽ നിന്നാണ് നാർസിസിസ്റ്റിക് എന്ന് വന്നത്. എക്കോ എന്ന പെൺകുട്ടി നാർസിയൂസ് എന്ന അതീവ സുന്ദരനായ യുവാവിനോട് പ്രണയം തോന്നുകയും എന്നാൽ തിരിച്ച് നാർസിയൂസിന് എക്കോയോട് പ്രണയം തോന്നാതിരിക്കുകയും ചെയ്തു. എക്കോ തനിക്ക് അപമാനം സഹിക്കാൻ വയ്യാതെ സൗന്ദര്യ ദേവതയോട് പ്രാർത്ഥിക്കുകയും സൗന്ദര്യ ദേവത നാർസിയൂസിനെ ശപിക്കുകയും ചെയ്തു. തനിക്ക് തന്നോട് തന്നെ പ്രണയം ഉണ്ടാകട്ടെ എന്ന് നാർസിയൂസിനെ സൗന്ദര്യ ദേവത ശപിച്ചു. അങ്ങനെ തൊട്ടടുത്ത ജലാശയത്തിൽ തൻ്റെ പ്രതിബിംബത്തെ പ്രണയിച്ച് മുങ്ങി മരിക്കേണ്ടി വന്ന നാർസിയൂസിന്റെ പേരിൽ നിന്നാണ് നാർസിസിസ്റ്റിക് എന്ന പദം ഉണ്ടായത്. ഒരാൾക്ക് നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ അഥവാ NPD ഉണ്ടെന്ന് എങ്ങനെ അറിയാം എന്ന് നമുക്ക് നോക്കാം. ഇനി പറയുന്ന ചില ലക്ഷണങ്ങളാണ് അത് വെച്ച് നോക്കാനുള്ളത്. ഒന്നാമത്തേത് ഉയർന്ന സ്വയം പ്രാധാന്യം. ഞാൻ, എൻ്റെ എന്നിങ്ങനെ സ്വന്തം കാര്യം നേടിയെടുക്കാനായിട്ട് എന്തും ചെയ്യും, ആരെയും വേദനിപ്പിക്കും, അതിന് ഒരു മടിയുമില്ല. അടുത്ത രണ്ടാമത്തെ ഗ്രാൻഡ്യൂർ തോട്ട്സ്. തനിക്ക് എല്ലാം അറിയാം, മറ്റുള്ളവർക്ക് ഒന്നും അറിയില്ല എന്ന് ചിന്തിക്കുന്നത് അതുപോലെ ഏറ്റവും ഉയർന്നവരാണ്, സമൂഹത്തിൽ ഉന്നത സ്ഥാനമുണ്ട്, പദവിയുണ്ട്, എല്ലാവരും ബഹുമാനിക്കുന്നവരാണ് ഞങ്ങൾ എന്ന ചിന്തയിൽ ജീവിക്കുന്നവരാണ് NPD ഉള്ളവർ. ഇവരുടേതായ ഒരു മായാലോകം നിർമ്മിച്ച് ചിന്തിച്ച് അതിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. ഫാന്റസി വേൾഡ് ഇവർ ക്രിയേറ്റ് ചെയ്യുന്നു. ഞാൻ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളാണ്, ഞാൻ സമർത്ഥനാണ്, എൻ്റെ സ്നേഹം യഥാർത്ഥമാണ്, മറ്റുള്ളവരുടെ സ്നേഹം ഫേക്കാണ്, ഇങ്ങനെയൊക്കെയാണ് ഇവരുടെ ചിന്ത. ഇവർ ചിന്തിക്കുന്നത് ഇവർ സ്പെഷ്യലും യുണീക്കുമാണെന്നാണ്. എന്നാൽ സാധാരണ ആൾക്കാർക്ക് ഞങ്ങളുടെ ലെവൽ മനസ്സിലാവുകയില്ല. ഞങ്ങളെപ്പോലെ സക്സസ്ഫുൾ ആയിട്ടുള്ളവർക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ. വലിയ വലിയ ബിസിനസ്സുകാര്, സിനിമാ ലോകത്തുള്ളവരെ, ഇവർക്കൊക്കെ ഞങ്ങളെ മനസ്സിലാവുകയുള്ളൂ എന്നതാണ് ഇവർ സാധാരണയായി പറയാറുള്ളത്. ഇവർ എപ്പോഴും ഒരു സ്ഥാനം ആഗ്രഹിക്കുന്നവരാണ്. ഏതൊരിടത്തും എവിടെ പോയാലും ഇവർക്കൊരു സ്ഥാനം വേണം. അതുപോലെ തന്നെ ഇവരെ എല്ലാവരും പുകഴ്ത്തിക്കൊണ്ടിരിക്കണം. അതുപോലെ ഇവർക്ക് വ്യക്തിബന്ധങ്ങളെയൊക്കെ ഇവർ ചൂഷണം ചെയ്യുന്നുണ്ട്. അതുപോലെ ഏതെന്നില്ലാതെ ഇവർ സംസാരിക്കുന്നതായിട്ട് കാണാം. അതുപോലെ അവരുടെ കാര്യങ്ങളും അവരുടെ വ്യക്തിബന്ധങ്ങളും ഒക്കെ വിജയിക്കാൻ വേണ്ടിയിട്ട് എന്തും ഇവര് സംസാരിക്കും. ആരെയും വേദനിപ്പിക്കാൻ ഒരു മടിയില്ലാത്തവരാണ് ഇവർ. പ്രണയബന്ധങ്ങളിൽ ഇവർ ചെന്ന് പെട്ടുകഴിഞ്ഞാൽ ലവറിനോട് എന്തും സംസാരിക്കും, എങ്ങനെയും പറഞ്ഞ് മാനസികമായി വേദനിപ്പിക്കും ഇവര്. അതുപോലെ തന്നെ ഇവർ ചെയ്യുന്നതിനൊന്നും നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യാൻ പാടില്ല. ഇവർ പറയുന്നതൊന്നും ആരും മോശമായി പറയാനും പാടില്ല. അതുപോലെ തന്നെ ആണ് ഇവരുടെ വിവാഹ ബന്ധവും അതുപോലെ തന്നെയാണ്. വിവാഹത്തിന് ശേഷം ഇവർ പങ്കാളിയോട് നല്ല രീതിയിൽ കഠിനമായി തന്നെ സംസാരിക്കും. അതുപോലെ നല്ലോണം മാനസികമായി തളർത്തുന്ന പോലെ സംസാരിക്കും. അങ്ങനെയൊക്കെ സംസാരിക്കാനും പെരുമാറാനും ഇവർക്ക് യാതൊരു മടിയുമില്ലാത്തവരാണ്. ഇവർക്ക് എമ്പതി എന്ന ഒരു കാര്യമില്ല. അവർ മറ്റുള്ളവരുടെ ഭാഗത്തു നിന്ന് ഒരു കാര്യവും ചിന്തിക്കുകയോ ഒരു കാര്യം പറഞ്ഞാൽ അവർ അത് എങ്ങനെ എടുക്കും, എങ്ങനെ അവർക്ക് വിഷമമാകും, ഇങ്ങനെയൊന്നും അവർ ചിന്തിക്കുകയില്ല. ഇവർ മറ്റുള്ളവരോട് ശത്രുതാ മനോഭാവം കാണിക്കുകയും ഇവർ സക്സസ് ആയതിൻ്റെ പേരിൽ ഇവരോട് ശത്രുത കാണിക്കുകയാണെന്ന് പറയുകയും ചെയ്യും. അതുപോലെ കൂടെയുള്ളവർക്ക് എല്ലാം എന്നോട് അസൂയയാണ് എന്ന ചിന്തയാണ് ഇവർക്കുള്ളത്. കോസസ് ഓഫ് നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ NPD യുടെ
കോസസ് എന്തൊക്കെയാണ്? ദ എക്സാക്ട് കോസസ് ഓഫ് NPD ഇസ് നോട്ട് നോൺ. റിസർച്ചുകൾ പറയുന്നത് ഒന്നാമത്തേത് ജെനറ്റിക്സ്, ഹെറിഡിറ്ററി ഒരു കമ്പോണന്റ് ആണ്. ചില ജെനറ്റിക് ട്രേറ്റ്സ് കാരണം NPD ഉണ്ടാകാം. അതുപോലെ രണ്ടാമത്തേത് ന്യൂറോബയോളജിയാണ്, ഡിഫറൻസ് ഇൻ ബ്രെയിൻ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ. എൻവിയോൺമെന്റ്, കുട്ടിക്കാലത്തെ എക്സ്പീരിയൻസ്, ചിലപ്പോൾ എക്സസീവായിട്ട് ലാളിച്ചു വളർത്തിയ കുട്ടികളിൽ NPD കണ്ടുവരാറുണ്ട്. കൂടാതെ ഒരുപാട് നെഗ്ലക്ട് ചെയ്യുന്ന പേരൻസ്, പ്രൈമറി കെയർ ഗീവേഴ്സ് എന്നിവരുടെയൊക്കെ ഒരു അറ്റൻഷൻ കിട്ടാതെ വരുമ്പോഴും NPD ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള അബ്യൂസിലൂടെ കടന്നു പോകുന്ന കുട്ടികളിലും NPD കണ്ടുവരാറുണ്ട്. അടുത്തത് എൻവിയോൺമെന്റൽ ഫാക്ടേഴ്സ് ആണ്. Children who experience high level of bullying during childhood, excessive criticism from teachers and parents, ഇങ്ങനെയുള്ളവർക്കെല്ലാം NPD ഉള്ളതായിട്ട് കണ്ടുവരാറുണ്ട്. സ്കൂളുകളിൽ നിന്ന്, പേരൻസിൽ നിന്ന് ഒരുപാട് ചൈൽഡ് അബ്യൂസ് നേരിടുക, അതുപോലെ തന്നെ ബുള്ളിയിങ്, മറ്റു കുട്ടികളുടെ മുന്നിൽ വെച്ച് കുറ്റപ്പെടുത്തുക, മറ്റുള്ളവരുടെ മുൻപിൽ വെച്ച് കളിയാക്കുക, ഒറ്റപ്പെടുത്തുക, ഇത്തരം എൻവിയോൺമെന്റിലൂടെ കുട്ടികൾ എക്സ്പോസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ അവർക്ക് NPD ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള വ്യക്തികൾ ആളുകളെ കൺട്രോൾ ചെയ്യാനും ഓവർ പവർ ചെയ്യാനും കുറച്ച് മാനിപ്പുലേഷൻ ടെക്നിക്സ് ഇവർ ഉപയോഗിക്കാറുണ്ട്. ഇവയിൽ ഗ്യാസ് ലൈറ്റിംഗ്, ട്രാങ്കുലേഷൻ, പ്രൊജക്ഷൻ എന്നിങ്ങനെ കുറേ ടെക്നിക്സ് ഉണ്ട്. പക്ഷെ ഈ ടെക്നിക്സിനെ പറ്റി നമ്മൾ അടുത്തൊരു വീഡിയോയിൽ പറയുന്നുണ്ട് വിശദമായി. ദീസ് ആർ ദ വേസ് ടു ഡീൽ വിത്ത് മാനിപ്പുലേഷൻ അറ്റംപ്റ്റ്സ്. എന്തൊക്കെയാണ് ഈ മാനിപ്പുലേഷൻ അറ്റംപ്റ്റ്സിനെ ഡീൽ ചെയ്യാനുള്ള വഴികൾ എന്നുള്ളതാണ് അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തേത് സ്പോട്ട് ദ മാനിപ്പുലേഷൻ. നമ്മുടെ ചിന്തയെയും നമ്മുടെ പ്രവൃത്തിയെയും നമുക്ക് വേർതിരിച്ചറിയാനും ഏത് രീതിയിലാണ് അവർ നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാനും നമുക്ക് കഴിയണം. സെറ്റ് ക്ലിയർ ബൗണ്ടറി വിത്ത് ദ നാർസിസിസ്റ്റ്. ഈ നാർസിസിസ്റ്റ് എന്ന് പറയുന്ന ആള് ചിലപ്പോൾ നമ്മുടെ ഇമ്മീഡിയറ്റ് റിലേറ്റീവ് ആകാം, നമ്മുടെ പാർട്ട്ണർ ആകാം. അപ്പോൾ ഇവരുമായിട്ടൊക്കെ ക്ലിയർ ഒരു ബൗണ്ടറി വെച്ചിരിക്കണം. അവരുമായി ഞാൻ എങ്ങനെ പെരുമാറണം എന്നതിനെ സംബന്ധിച്ച്. ലിമിറ്റ് കോണ്ടാക്ട് എന്ന് പറഞ്ഞാൽ ട്രസ്റ്റ് അവർസെൽസ്. നമ്മുടെ ചിന്തകളും നമ്മുടെ ശരികളും നമ്മുടെ ഗട്ട് ഫീലിങ്ങും ട്രസ്റ്റ് ചെയ്യാനായിട്ട് പഠിക്കണം. സീക്ക് സപ്പോർട്ട് ഓഫ് ട്രസ്റ്റ് വർത്തി പീപ്പിൾ. ഇത് ആരോടെങ്കിലും നമുക്ക് പറയാൻ പറ്റിയില്ല എങ്കിൽ നമുക്ക് ഏറ്റവും വിശ്വാസമുള്ള ഒരാളോട് നമുക്ക് പറയാനും ആശ്രയിക്കാനും പറ്റുന്ന ഒരു ലെവലിലേക്ക് പോകാം. ബി മൈൻഡ്ഫുൾ. ഒരു പുതിയ റിലേഷൻഷിപ്പിലേക്ക് പോകുന്ന കാര്യമല്ല പറഞ്ഞത്. അഞ്ചാമത്തേത് അടുത്തത് സീക്ക് പ്രൊഫഷണൽ ഹെൽപ്പ്. ഒന്നും വിജയിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ ഒന്നും സാധിച്ചില്ലെങ്കിൽ നമ്മളൊരു പ്രൊഫഷണലിനെ കാണുക. NPD ഉള്ള ഒരു വ്യക്തിയോടൊപ്പം നിൽക്കുമ്പോഴോ ജീവിക്കുമ്പോഴോ റിലേഷൻഷിപ്പിലാകുമ്പോഴോ കൂടെയുള്ളവർ മെന്റലി ഒരുപാട് അഫക്റ്റഡ് ആകാറുണ്ട്. അവർ ഒരുപാട് കൺഫ്യൂസ്ഡ് സ്റ്റേജിലേക്ക് പോകുകയും ആങ്സൈറ്റി, ഡിപ്രഷൻ എന്നിവയിലേക്ക് പോകുകയും ചെയ്യുന്നതായിട്ട് കാണാം. ഗോ ത്രൂ എ സൈക്കാട്രിക് ഇവാലുവേഷൻ. NPD ഉള്ളവരുടെ കൂടെയുള്ള ജീവിതം മിസറബിൾ ആക്കാൻ നാർസിസിസ്റ്റ് കാരണമാകും. ജോലി, ബന്ധങ്ങൾ തുടങ്ങിയ എല്ലാ മേഖലകളിലും ഇത്തരക്കാർ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. എക്സ്പേർട്ടിന്റെ സഹായത്തോടെ മതിയായ ചികിത്സ ലഭിച്ചാൽ ഇവർക്ക് ആരോഗ്യപരമായ ഒരു മാനസികാവസ്ഥ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. പക്ഷെ പലപ്പോഴും ഇത് എൻ്റെ ഒരു പേഴ്സണാലിറ്റി ആണ്, ഞാൻ ഇങ്ങനെയാണ് എന്ന ചിന്ത മാറ്റി ഒരു എക്സ്പേർട്ടിന്റെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് മാറ്റം കൊണ്ടുവരാൻ സാധിക്കുന്ന ഒന്നാണ് ഈ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന വിശ്വാസം വേണം. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. താങ്ക് യു വെരി മച്ച്.